السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഈ ഒരു ഹദീസ് ഒരർത്ഥം വെക്കാൻ പോലും നമുക്ക് ആവശ്യമില്ലാത്ത ഹദീസാണ്. അത്രയേറെ നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഹദീസ് പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ്. പലപ്പോഴും ഈ ഹദീസ് കേട്ടാൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണം, 1, 2, 3 ജുസ് പാരായണം ചെയ്യണം എന്നുള്ള നിലക്ക് പലപ്പോഴും ഈ ഹദീസിനെ മനസ്സിലാക്കി വെക്കാറുണ്ട് പല ആളുകളും. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് തഅല്ലമ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുർആനിനെ മെനക്കെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് കേവലം ഖിറാഅത്തിൽ മാത്രം ഒതുക്കേണ്ടുന്ന ഒരു കാര്യമല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, വമിൻ മകായിദി ശൈത്വാനി തൻഫീറുഹു ഇബാദല്ലാഹി മിൻ തദബ്ബുരിൽ ഖുർആൻ ലിഇൽമിഹി അന്നൽ ഹുദാ വാഖിഉൻ ഇൻദ തദബ്ബുർ. ശൈത്താന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അടിമകളെ ഖുർആനെ ഉറ്റാലോചിക്കുന്നതിൽ നിന്ന്, അത് പഠിക്കുന്നതിൽ നിന്ന്, ഉറ്റാലോചിക്കുന്നതിൽ നിന്നൊക്കെ അവരെ തടയുക എന്നുള്ളത്. എന്തിൻ്റെ പേരിലാണ്? ലിഇൽമിഹി അന്നൽ ഹുദാ വാഖിഉൻ ഇൻദ തദബ്ബുർ. കാരണം അവനറിയാം ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് കൃത്യമായി ഉറ്റാലോചിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഹിദായത്ത് പ്രാപിക്കുന്നത് എന്ന് അവൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശൈത്താൻ ആ രൂപത്തിൽ തദബ്ബുർ ചെയ്യുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ തഅല്ലും ചെയ്യുന്നതിൽ, ഉറ്റാലോചിക്കുന്നതിൽ നിന്ന്, അതുപോലെ അത് പഠിക്കുന്നതിൽ നിന്നൊക്കെ മനുഷ്യരെ തടയുന്നത് എന്നും. മാത്രമല്ല ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നമാ നസലൽ ഖുർആനു ലിയുഅമല ബിഹി. ഖുർആൻ അവതീർണമായിട്ടുള്ളത്, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫത്തഖദന്നാസു ഖിറാഅതഹു അമല. പക്ഷേ ജനങ്ങൾ അതിനെ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു അമലായി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമില്ല എന്നൊന്നുമല്ല. നേരെ മറിച്ച് പാരായണം ചെയ്യുന്നതിന് വമ്പിച്ചതായ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ പല ആളുകളും പാരായണത്തിൽ മാത്രമായി ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ്. അപ്പോൾ ആ പാരായണം മാത്രമല്ല, നമുക്ക് കഴിയുന്നതും ഒരായത്തെങ്കിൽ ഒരായത്ത്, അല്ലെങ്കിൽ രണ്ടായത്തെങ്കിൽ രണ്ടായത്ത്, എത്രയാണോ നമുക്ക് പഠിക്കാനും കൂടെ സാധിക്കുന്നത് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൂടെ പരിഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.